ഖാമനേയ്ക്ക് ശേഷം ഇറാൻ എങ്ങനെ തകർന്നില്ല? ഹൈഡ്ര പോലെ പ്രവർത്തിച്ച നേതൃസ്ഥാപനം. നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവ് അപ്രതീക്ഷിതമായി ഇല്ലാതായാൽ എന്താണ് സാധാരണ സംഭവിക്കുക? അധികാരപ്പോരാട്ടം, ആഭ്യന്തര കലാപം, സൈനിക വിഭജനം, അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ തകർച്ച? പക്ഷേ ഇറാനിൽ സംഭവിച്ചത് അതല്ല. ഇറാനെ സംരക്ഷിച്ചത് ഒരു വ്യക്തിയല്ല, ഒരു സ്ഥാപനമാണ്. അതിന്റെ പേര് മുർഷിദിന്റെ സ്ഥാപനം അഥവാ ബൈത്ത് റഹബറി. ഇതിനെ വിദഗ്ധർ ഗ്രീക്ക് പുരാണത്തിലെ ഹൈഡ്രയോട് നുവയ്ക്കുന്നു. ഹൈഡ്രയുടെ ഒരു തല വെട്ടിയാൽ മറ്റൊന്ന് ഉയരും. അതുപോലെ ഇറാനിൽ ഒരു നേതാവില്ലാതായാലും സംവിധാനം തുടരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നാം ചോദിക്കാൻ പോകുന്നത് ഇതാണ്: ഇറാനിൽ യഥാർത്ഥ അധികാരം ആരുടെ കയ്യിലാണ്? മുർഷിദിന്റെയോ, സൈന്യത്തിന്റെയോ, അല്ലെങ്കിൽ ഇവയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു അദൃശ്യ സ്ഥാപനത്തിന്റെയോ? 1. തുടക്കം. തല വെട്ടിയാൽ ശരീരം മരിക്കും എന്ന കണക്കുകൂട്ടൽ. ഇറാനെ ആക്രമിച്ചവരുടെ കണക്കുകൂട്ടൽ വളരെ ലളിതമായിരുന്നു. തല വെട്ടിയാൽ ശരീരം മരിക്കും. അതാണ് ഡിക്കാപ്പിറ്റേഷൻ സ്ട്രാറ്റജി. നേതൃനിരയെ നീക്കിയാൽ ഭരണകൂടം തകരും എന്ന ധാരണ. പക്ഷേ ഇറാനിൽ സംഭവിച്ചത് മറിച്ചാണ്. ഖാമനെ ഇല്ലാതായതിനു പിന്നാലെ അധികാര കൈമാറ്റം വേഗത്തിൽ നടന്നു. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് തയ്യാറാക്കിയ പദ്ധതി പോലെ തോന്നി. ഇവിടെയാണ് ഒരു പ്രധാന ചോദ്യം ഉയരുന്നത്: ഇറാൻ ഒരാളാൽ നിയന്ത്രിക്കപ്പെടുന്ന രാജ്യമാണോ, അല്ലെങ്കിൽ ഒരാൾ മാറിയാലും തുടരാൻ കഴിയുന്ന സംവിധാനമാണോ? പ്രേക്ഷകരെ, നിങ്ങൾ എന്താണ് കരുതുന്നത്? ഇറാനിലെ അധികാരം വ്യക്തിപരമാണോ, സ്ഥാപനപരമാണോ? കമന്റിൽ എഴുതൂ. 2. തുടക്കം. ബൈത്ത് റഹബരി മുർഷിദിന്റെ വീട്. പക്ഷേ സാധാരണ ഓഫീസല്ല. ബൈത്ത് റഹബരി എന്ന് കേൾക്കുമ്പോൾ സാധാരണ ഒരു ഓഫീസ് എന്നാണ് തോന്നുക. പക്ഷെ അത് വെറും ഓഫീസല്ല. അത് ഇറാനിലെ മതം, രാഷ്ട്രീയം, സുരക്ഷ, സാമ്പത്തികം, സൈനികം എല്ലാത്തിനെയും ബന്ധിപ്പിക്കുന്ന കേന്ദ്രമാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? അത് സർക്കാർ മന്ത്രാലയമല്ല, അത് പാർലമെന്റല്ല, അത് സൈന്യം മാത്രമല്ല, അത് മതസ്ഥാപനം മാത്രമല്ല. പക്ഷേ ഇവയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു കേന്ദ്രനാഡിയാണ്. അതുകൊണ്ടുതന്നെ ഒരു വ്യക്തിയില്ലാതായാലും ആ നാഡീവ്യൂഹം പ്രവർത്തനം നിർത്തുന്നില്ല. 3. എന്തുകൊണ്ട് ഹൈഡ്ര എന്ന ഉപമ? ഗ്രീക്ക് പുരാണത്തിൽ ഹൈഡ്ര എന്ന ജീവിക്ക് നിരവധി തലകളുണ്ട്. ഒരു തല വെട്ടിയാൽ മറ്റൊന്നു വളരും. ഇറാനിലെ അധികാരഘടനയും അതുപോലെയാണ്. ഒരു നേതാനില്ലാതായാൽ മറ്റൊരു കേന്ദ്രം പ്രവർത്തിക്കും. ഒരു സൈനിക കമാൻഡ് നിശ്ചലമായാൽ പ്രാദേശിക യൂണിറ്റുകൾ സജീവമാകും. ഒരു രാഷ്ട്രീയ വിഭാഗം ദുർബലമായാൽ മറ്റൊരു വിഭാഗം അതിന്റെ സ്ഥാനം പിടിക്കും. ഇതാണ് ഇറാന്റെ സർവൈവൽ മെക്കാനിസം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം: ഇത് ജനാധിപത്യപരമാണോ എന്നത് വേറൊരു ചോദ്യം. പക്ഷേ സംവിധാനം നിലനിർത്തുന്നതിൽ ഇത് ശക്തമാണോ? അതെ എന്നാണ് വിദഗ്ധർ പറയുന്നത്. 4. 1979 വിപ്ലവത്തിനുശേഷം ഒറ്റപ്പെട്ട വിപ്ലവമല്ല, ഉള്ളിലെ പോരാട്ടങ്ങളുടെ കാലം. ഇറാന്റെ ഇന്നത്തെ സംവിധാനം മനസ്സിലാക്കാൻ 1979ലേക്ക് മടങ്ങണം. ഇസ്ലാമിക വിപ്ലവം വിജയിച്ചപ്പോൾ എല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ ഉണ്ടായിരുന്നില്ല. ചിലർ മതാധിഷ്ഠിത ഭരണത്തെ ആഗ്രഹിച്ചു, ചിലർ ദേശീയതയും ജനാധിപത്യവും ചേർന്ന മാതൃക ആഗ്രഹിച്ചു, ചിലർ ഇടതുപക്ഷ ചിന്തകളുമായി വന്നിരുന്നു, ചിലർ പാശ്ചാത്യവിരുദ്ധ നിലപാട് ശക്തമാക്കി, മറ്റു ചിലർ അമേരിക്കയുമായി ചില ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിച്ചു. അതായത് വിപ്ലവം ഒരു ഏകകായമായിരുന്നില്ല, അത് പല തലകളുള്ള ഒരു പുതിയ രാഷ്ട്രീയ ശരീരമായിരുന്നു. ഈ ഘട്ടത്തിൽ ഇറാൻ പഠിച്ച ആദ്യ പാഠം ഇതായിരുന്നു: അധികാരം വെറും ഔദ്യോഗിക സർക്കാരിൽ മാത്രം വച്ചാൽ സുരക്ഷിതമല്ല, അത് പല ശൃംഖലകളിലായി പടർത്തണം. 5. അമേരിക്കൻ എംബസി സംഭവം. അവിശ്വാസത്തിന്റെ തുടക്കം. 1979ലാണ് വിപ്ലവകാരികൾ തെഹ്റാനിലെ അമേരിക്കൻ എംബസി പിടിച്ചെടുത്തത്. ഇറാനിലെ വിപ്ലവകാരികൾക്ക് 1953ലെ മൊസദ്ദിഖ് അനുഭവം ഓർമ്മയിലുണ്ടായിരുന്നു. അന്ന് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഇറാനിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ തകർത്തുവെന്ന ചരിത്ര ഓർമ്മ വിപ്ലവകാരികളുടെ മനസ്സിൽ ശക്തമായിരുന്നു. ഷാ അമേരിക്കയിലേക്ക് പോയപ്പോൾ പഴയ ചരിത്രം ആവർത്തിക്കുമോ എന്ന ഭയം ഉയർന്നു. ഇവിടെയാണ് അമേരിക്കയോടുള്ള അവിശ്വാസം ഇറാനിയൻ ഭരണഘടനയുടെ ഉള്ളിലേക്ക് തന്നെ കയറി തുടങ്ങുന്നത്. പ്രേക്ഷകരെ, ഒരു രാജ്യത്തിന്റെ ചരിത്ര ഓർമ്മകൾ അതിന്റെ വിദേശനയത്തെ എത്രത്തോളം സ്വാധീനിക്കും? ഇറാന്റെ കാര്യത്തിൽ അതിന്റെ സ്വാധീനം വളരെ വലുതാണ്. 6. നൂജെ ശ്രമം. സൈന്യത്തെക്കുറിച്ചുള്ള സംശയം. മറ്റൊരു നിർണായക സംഭവം 1980ലെ നൂജെ അട്ടിമറി ശ്രമമാണ്. വിപ്ലവത്തിന് പിന്നാലെ പഴയ സൈന്യത്തിലെ ചില ഘടകങ്ങൾ പുതിയ ഭരണകൂടത്തിനെതിരെ നീങ്ങാൻ ശ്രമിച്ചു. ഇതോടെ പുതിയ ഭരണകൂടത്തിന് ഒരു വലിയ പാഠം ലഭിച്ചു: പഴയ സൈന്യത്തെ പൂർണ്ണമായി ആശ്രയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് റവല്യൂഷണറി ഗാർഡ് IRGC കൂടുതൽ ശക്തിപ്പെട്ടത്.
ഇറാനിൽ പിന്നീട് 2 സുരക്ഷാ തൂണുകൾ രൂപപ്പെട്ടു. പരമ്പരാഗത സൈന്യം, വിപ്ലവത്തെ സംരക്ഷിക്കുന്ന IRGC. ഇതിൽ IRGC വെറും സൈനിക ശക്തിയല്ല, അത് ആശയപരവും രാഷ്ട്രീയപരവും സാമ്പത്തികപരവുമായ ശക്തിയായി വളർന്നു. 7. മൊസൈക് ഡിഫൻസ്. കേന്ദ്രം തകർന്നാലും പ്രദേശങ്ങൾ നിലനിൽക്കും. ഇറാന്റെ പ്രധാന പ്രതിരോധ തന്ത്രങ്ങളിൽ ഒന്നാണ് മൊസൈക് ഡിഫൻസ്. ഇത് ലളിതമായി പറയാം, കേന്ദ്ര കമാൻഡ് നിശ്ചലമായാലും ഓരോ പ്രദേശത്തിനും സ്വയം പ്രവർത്തിക്കാൻ കഴിയണം. ഒരു വലിയ കണ്ണാടി തകർന്നാൽ അതിന്റെ കഷ്ണങ്ങളെല്ലാം ഇല്ലാതാകുന്നില്ലല്ലോ, ഓരോ കഷ്ണവും വീണ്ടും പ്രകാശം പ്രതിഫലിപ്പിക്കും. അതുപോലെ ഇറാന്റെ സൈനിക സുരക്ഷാ ഘടനയും പ്രാദേശിക സ്വയം പ്രവർത്തന ശേഷിയിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തലസ്ഥാനത്ത് വലിയ ആഘാതമുണ്ടായാലും രാജ്യത്തിന്റെ പ്രതിരോധവും ആക്രമണശേഷിയും പൂർണ്ണമായി ക്ഷയിച്ചു പോകുന്നില്ല. 8. തുടർച്ചയായ പ്രതിസന്ധികൾ ഇറാനെ അതിജീവിക്കാൻ പ്രാപ്തമാക്കി. വിപ്ലവത്തിനു ശേഷം ഇറാൻ നിരവധി പ്രതിസന്ധികൾ നേരിട്ടു. ആഭ്യന്തര രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇറാൻ-ഇറാഖ് യുദ്ധം, അമേരിക്കയുമായുള്ള സംഘർഷം, സാമ്പത്തിക ഉപരോധങ്ങൾ, അകത്തെ പ്രതിഷേധങ്ങൾ, പ്രാദേശിക യുദ്ധസമ്മർദ്ദങ്ങൾ. ഇവ ഓരോന്നും ഇറാനെ ഒരു സാധാരണ രാഷ്ട്രമല്ലാത്ത രീതിയിൽ മാറ്റി. ഇറാൻ ഒരു അതിജീവിത രാഷ്ട്രമായി മാറി. അതിന്റെ അർത്ഥമെന്താണ്? ഇറാന്റെ ഭരണകൂടം സാധാരണ വികസനം മാത്രം ചിന്തിക്കുന്നതല്ല, അത് ആദ്യം ചിന്തിക്കുന്നത് എങ്ങനെ നിലനിൽക്കാം എന്നതാണ്. 9. റഫ്സഞ്ചാനി വിപ്ലവത്തിൽ നിന്ന് രാഷ്ട്രത്തിലേക്ക്. ഇന്നത്തെ ഇറാന്റെ കരുത്തിനും അതിജീവനത്തിനും മുൻ പ്രസിഡന്റായ അലി ഹാഷ്മി റഫ്സഞ്ചാനിയുടെ നയങ്ങളും പരിപാടികളും നിർണായക പങ്കുവഹിച്ചിട്ടുള്ളതായി വിദഗ്ധർ നിരീക്ഷിക്കുന്നു. അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം ഇതായിരുന്നു: വിപ്ലവം മുദ്രാവാക്യങ്ങൾ കൊണ്ട് തുടങ്ങാം, പക്ഷേ രാജ്യം നടത്താൻ പണം വേണം, ആയുധം വേണം, സംഘടന വേണം, വിരോധികളുമായി പോലും പിന്നാമ്പുറ ബന്ധങ്ങൾ വേണം. ഇറാൻ കോൺട്രാ സംഭവം ഈ യാഥാർത്ഥ്യം തുറന്നുകാട്ടിയതായി ലേഖനം പറയുന്നു. പുറത്ത് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ കഠിന ഭാഷ, അകത്ത് യുദ്ധാവശ്യങ്ങൾക്കായി ഇടപാടുകൾ. ഇത് ഇരട്ടത്താപ്പാണോ, അല്ലെങ്കിൽ നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണോ? ഇതാണ് പ്രേക്ഷകർ ചിന്തിക്കേണ്ട ചോദ്യം. 10. മുർഷിദിന്റെ സ്ഥാപനം. മതവും രാഷ്ട്രീയവും തമ്മിലുള്ള പാലം. ഇറാനിൽ മുർഷിദ് വെറും ആത്മീയ നേതാവല്ല, അദ്ദേഹം രാഷ്ട്രീയ അധികാരത്തിന്റെ മുകളിൽ നിൽക്കുന്നു. പക്ഷേ ഒറ്റയ്ക്ക് അദ്ദേഹം ഭരിക്കുന്നില്ല. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉപദേശകർ, സുരക്ഷാ ബന്ധങ്ങൾ, മതപണ്ഡിതർ, സാമ്പത്തിക സ്ഥാപനങ്ങൾ, സൈനിക കമാൻഡർമാർ, രാഷ്ട്രീയ ഇടനിലക്കാർ, ഇവരുടെ വലിയ വലയമുണ്ട്. ഇതാണ് ലീഡേഴ്സ് ഹൌസ്. ഇത് ഒരേ സമയം മതസ്ഥാപനങ്ങളുമായി സംസാരിക്കുന്നു, രാഷ്ട്രീയ വിഭാഗങ്ങളെ നിയന്ത്രിക്കുന്നു, IRGCയുമായി ബന്ധിപ്പിക്കുന്നു, സാമ്പത്തിക നെറ്റ്വർക്കുകൾ നിരീക്ഷിക്കുന്നു, ദേശീയ സുരക്ഷാ തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു. അതുകൊണ്ടുതന്നെ ഇതൊരു സമാന്തര രാഷ്ട്രം പോലെ പ്രവർത്തിക്കുന്നു. 11. രാഷ്ട്രീയ വിഭാഗങ്ങളെ നിയന്ത്രിക്കുന്ന കല. ഇറാനിൽ പരിഷ്കരണവാദികളുണ്ട്, യാഥാസ്ഥിതികവാദികളുണ്ട്, തീവ്ര നിലപാടുകാരും പ്രായോഗികവാദികളുമുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവ തമ്മിൽ വലിയ സംഘർഷമുണ്ടെന്ന് തോന്നും. പക്ഷേ ഇറാനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത് ലീഡേഴ്സ് ഹൌസ് ഇവ തമ്മിലുള്ള തുലനം നിയന്ത്രിക്കുന്ന കേന്ദ്രമാണെന്നാണ്. ഒരാൾ അധികം ശക്തനായാൽ മറ്റൊരാളെ ഉയർത്തും. ഒരു വിഭാഗം അതിർത്തി കടക്കുമ്പോൾ നിയന്ത്രിക്കും. തിരഞ്ഞെടുപ്പുണ്ടാകും, പക്ഷേ അതിന്റെ പരിധികൾ സംവിധാനം നിശ്ചയിക്കും. ഇത് നിയന്ത്രിത ബഹുസ്വരതയാണ്, പൂർണ്ണ സ്വാതന്ത്ര്യമല്ല, പൂർണ്ണ ഏകാധിപത്യമെന്ന ലളിതമായ ചിത്രം മാത്രവുമല്ല. ഒരു നിയന്ത്രിത രാഷ്ട്രീയ കളിസ്ഥലം. 12. സാമ്പത്തിക ശൃംഖല. സിവിൽ പ്ലസ് സൈനിക കൂട്ടുകെട്ട്. ഇറാനിലെ അധികാരത്തിന്റെ മറ്റൊരു തലം സാമ്പത്തികമാണ്. ഉപരോധങ്ങൾ ഇറാനെ ഔദ്യോഗിക സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് പലപ്പോഴും പുറത്താക്കുമ്പോൾ അനൌദ്യോഗിക ശൃംഖലകൾ ശക്തമാകുന്നു. IRGCയുമായി ബന്ധമുള്ള കമ്പനികൾ, മതപരമായ ഫൗണ്ടേഷനുകൾ, സംസ്ഥാന സ്ഥാപനങ്ങൾ, സ്വകാര്യ മുഖമുള്ള പക്ഷേ ഭരണകൂടവുമായി ബന്ധമുള്ള സാമ്പത്തിക ഘടകങ്ങൾ, ഇവ ചേർന്ന് ഒരു സങ്കീർണ സാമ്പത്തിക ശരീരം ഉണ്ടാക്കുന്നു. ഇത് സാധാരണ വിപണിയല്ല, സാധാരണ സർക്കാർ മേഖലയുമല്ല. ഇത് സർവൈവൽ എക്കോണമിയാണ്. ഉപരോധമുണ്ടോ, പുതിയ വഴി കണ്ടെത്തും. ബാങ്കിംഗ് തടസ്സമുണ്ടോ, മറ്റൊരു ശൃംഖല ഉപയോഗിക്കും. ഒരു കമ്പനി അടഞ്ഞോ, മറ്റൊരു പേരിൽ മറ്റൊന്നുയരും. ഇവിടെയും ഹൈഡ്രയുടെ രൂപം കാണാം. 13. സിവിൽ സൈനിക ബന്ധം. ആരാണ് ആരെ നിയന്ത്രിക്കുന്നത്? ഇറാനിൽ പലപ്പോഴും ചോദ്യമുയരും: IRGC ആണോ രാജ്യം നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ മുർഷിദാണോ IRGCയെ നിയന്ത്രിക്കുന്നത്? ഇതൊരു ഏകദിശാ ബന്ധമല്ല. ലീഡേഴ്സ് ഹൌസ്, IRGC, സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ, പ്രസിഡൻസി, മതസ്ഥാപനങ്ങൾ ഇവ തമ്മിൽ സങ്കീർണമായ ബന്ധമാണ്. മുർഷിദിന്റെ ഓഫീസ് സൈന്യത്തെ ഉപയോഗിക്കുന്നു, സൈന്യം രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുന്നു. പക്ഷേ എല്ലാം ഒരേ ഐഡിയോളജിക്കൽ സർവൈവൽ പ്രോജക്ടിന്റെ ഭാഗമാകുന്നു. അതുകൊണ്ടുതന്നെ അധികാരം ഒരു കൈയിൽ മാത്രം പിടിച്ചിരിക്കുന്ന വടിയല്ല, അത് പല കയറുമിൽ ചേർന്ന ഒരു വലയമാണ്. 14. മുജ്തബ ഖാമനിയുടെ വരവ്. വംശപരമ്പരയോ സ്ഥാപന തുടർച്ചയോ.
ഖാമനെയിക്ക് ശേഷം മുജ്തബ ഖാമനെയി ഉയർന്നുവന്നതിനെ പലരും വംശപരമ്പരയായി കാണുന്നു. ഇത് റിപ്പബ്ലിക്കാണോ രാജവംശമാണോ എന്ന ചോദ്യം സ്വാഭാവികമാണ്. പക്ഷേ ഇറാൻ കാര്യങ്ങളിൽ വിദഗ്ധരായവർ പറയുന്നത് മറ്റൊരു കാര്യമാണ്. മുജ്തബ വെറും മകനായതുകൊണ്ടല്ല ഉയർന്നത്. അദ്ദേഹം ഇതിനകം തന്നെ ലീഡേഴ്സ് ഹൌസിന്റെ ഉള്ളിലുള്ള ശൃംഖലകളുമായി ബന്ധമുള്ള വ്യക്തിയായിരുന്നു. അതായത് പേര് കുടുംബപരമായിരിക്കാം, പക്ഷേ അധികാര കൈമാറ്റം സാധ്യമാക്കിയത് സ്ഥാപനപരമായ തയ്യാറെടുപ്പാണ്. 15 ഇതിൽ നിന്ന് പഠിക്കേണ്ട വലിയ പാഠം: ഇറാനെ പുറത്തുനിന്ന് കാണുന്നവർ പലപ്പോഴും ഒരു തെറ്റ് ചെയ്യുന്നു. അവർ ചോദിക്കുന്നത് ആരാണ് നേതാവ്? പക്ഷേ ശരിയായ ചോദ്യം ഇതായിരിക്കാം: ഏത് സ്ഥാപനമാണ് നയങ്ങൾ സൃഷ്ടിക്കുന്നത്? കാരണം ചില രാജ്യങ്ങളിൽ നേതാവ് മാറിയാൽ നയം മാറും. പക്ഷേ ഇറാനിൽ പലപ്പോഴും നേതാവ് മാറിയാലും അടിസ്ഥാന നിലപാട് മാറുന്നില്ല. അമേരിക്കയോടുള്ള അവിശ്വാസം, ഇസ്രയേലിനോടുള്ള വൈരുദ്ധ്യം, പ്രാദേശിക സ്വാധീനം നിലനിർത്താനുള്ള ശ്രമം, ആഭ്യന്തര നിയന്ത്രണ സംവിധാനങ്ങൾ ഇവ വ്യക്തികളെ മറികടന്നു തുടരും. 16 വിമർശനപരമായ കാഴ്ചപ്പാട്. ഇവിടെ ഒരു കാര്യവും മറക്കരുത്: ഒരു സംവിധാനം നിലനിൽക്കുന്നു എന്നത് അത് നല്ലതാണെന്നർത്ഥമല്ല. ഇറാനിലെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവൈവൽ ജനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകിയെന്നല്ല, ചിലപ്പോൾ ഇത്തരം സംവിധാനം മാറ്റങ്ങളെ തടയും, പ്രതിഷേധങ്ങളെ അടക്കും, അധികാരത്തിന് ഉത്തരവാദിത്വം കുറയ്ക്കും. അതുകൊണ്ട് ഈ വീഡിയോയുടെ ഉദ്ദേശം ഇറാന്റെ സംവിധാനത്തെ മഹത്വവൽക്കരിക്കലല്ല, അതിനെ മനസ്സിലാക്കലാണ്. കാരണം മനസ്സിലാക്കാതെ ഒരു രാജ്യത്തെയും വിലയിരുത്താൻ കഴിയില്ല. അവസാന ചോദ്യം സുഹൃത്തുക്കളെ, ഇറാനെ ആക്രമിച്ചവർ വിചാരിച്ചത് തല പോയാൽ ശരീരം വീഴും. പക്ഷേ ഇറാൻ ഒരു തല മാത്രമുള്ള ശരീരമായിരുന്നില്ല. അത് പല തലകളുള്ള ഹൈഡ്ര പോലെയായിരുന്നു. മതം, സൈന്യം, സാമ്പത്തികം, രാഷ്ട്രീയം, സുരക്ഷ എല്ലാം ചേർന്ന ഒരു സങ്കീർണ ഘടന. അതുകൊണ്ടുതന്നെ ഖാമനെയി ഇല്ലാതായിട്ടും ഇറാൻ തകർന്നില്ല. ഇപ്പോൾ ചോദ്യം നിങ്ങളോടാണ്: ഇറാന്റെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെങ്ത് രാജ്യത്തെ സംരക്ഷിക്കുന്നതാണോ, അല്ലെങ്കിൽ ജനാധിപത്യ മാറ്റങ്ങളെ തടയുന്നതാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതൂ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇത്തരം ഗഹനമായ അന്താരാഷ്ട്ര വിഷയങ്ങൾ മലയാളത്തിൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.